ഗൈസ് വിസ വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് ഇന്ന് നമ്മൾ വേളാങ്കണ്ണിയിലാണ്. ഇന്ന് നമ്മൾ വേളാങ്കണ്ണിയിൽ നിന്ന് വൈകിട്ട് ഒരു 5-5:30 ആകുമ്പോൾ ഇവിടെ നിന്ന് തിരിച്ച് നമ്മൾ നേരെ വാഗമണിലോട്ടാണ് പോകുന്നത്. വേളാങ്കണ്ണിയിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് വാഗമണാണ്. അപ്പം നമ്മൾ ഒരു 12:30-1 മണിയൊക്കെ ആയി നമ്മളെ വണ്ടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. മലാക്കിനെ നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മലാക്കിൻ്റെ അകത്ത് കിടന്ന മേറ്റും കാര്യങ്ങളൊക്കെയാണ്. ശ്രീത്ത് അകമൊക്കെ തൂത്തുവാരി ഏകദേശമൊക്കെ ഫ്രണ്ടിലോട്ട് ആക്കിയിട്ടൊക്കെയാണ്. ഇത്രയേ ഉണ്ടായിരുന്നു വണ്ടിക്കകത്തുള്ള ചവറ് കണ്ടില്ലേ, ആ കുപ്പിയും കാര്യങ്ങളും എല്ലാം കൂടെ ആയിട്ട്. ഇനി ഇതെല്ലാം കൂടെ തൂത്തിറക്കി ഈ കുപ്പികളെല്ലാം കൂടെ ഈ അങ്ങോട്ട് ആ മൂലയ്ക്ക് എവിടെയെങ്കിലും കൊണ്ടുവരണം. ശ്രീത്താണെങ്കിൽ അകത്ത് തൂത്ത് തളർന്നിരിക്കുകയാണ്, അവശനായിരിക്കുകയാണ്. ശ്രീതേ തളർന്നാടേ ബെല്ലാരി ഗായ്സ്, ബെല്ലാരി പച്ച വണ്ടി വാ ഗായ്സ്. വണ്ടിക്ക് അകമൊക്കെ തൂത്തുവാരി വൃത്തിയാക്കി. ഇനി ഇതാ ഇതിൻ്റെ എല്ലാത്തിൻ്റെ നട്ടുകളൊക്കെ ഞാൻ ഊരി വെച്ചൊക്കെയാണ്. ഇതാ കണ്ടോ, ഇതിനകത്തുള്ള പൊടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് AC ട്രിപ്പ് ഓടി വരുമ്പോൾ ഇതിനകത്ത് പൊടിയാവും. അപ്പോൾ ഇതിനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യണം. ഞാൻ ഇതിനെ എടുത്ത് നമ്മൾ ആ വണ്ടിക്കകം തൂക്കണ തുറപ്പെടുത്തിട്ട് ബ്രഷ് എടുത്തിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യും. വെളിയിൽ കൊണ്ടുവച്ച് പൊടി പറക്കും. അപ്പം വെയിൽ ഇന്നും ഒരു രക്ഷയില്ല. ഞാൻ AC ഇടാൻ വേണ്ടി ഓണാക്കിയ സമയത്ത് ശ്രീത്തെ 40 ഡിഗ്രി ആയിരുന്നു ചൂട് കാണിച്ചത്. ഇപ്പം എത്രയായിരുന്നു നോക്കട്ടെ ഗൈസ്. കണ്ട ചവറ് കണ്ടില്ല ഇന്ന്. നല്ലൊരു മുറ്റിയൊരു കാളക്കുട്ടെ അറിയുള്ളൂ ചേട്ടാ ഗൈസ്. ഇപ്പം അതാ 31 ആയതേ ഉള്ളൂ. കണ്ടാ പുറത്തുള്ള ടെമ്പറേച്ചറാണത്. 31 ആയതേ ഉള്ളൂ പുറത്തുള്ള ടെമ്പറേച്ചർ. ഇനി മാറി വരണം. 23 പോയിന്റ് അതിൽ വന്നാലേ കട്ടാകുള്ളൂ. അത്രയും ചൂടായതുകൊണ്ടാണ് കട്ടാവാതിങ്ങനെ നിൽക്കുന്നത്. ഇങ്ങനെ ആർക്കെങ്കിലും അറിയാമോ ഈ ബസ് ഇത് എവിടെ കെട്ടിയതാണെന്ന്? ഇതെന്തായാലും പ്രകാശ് കെട്ടിയതല്ലേ, ഇത് എവിടെ കെട്ടിയ ബസ്സാണെന്ന് അറിയില്ല ഗൈസ്. അസ്ത്രയാണ്, ബാക്ക് അസ്ത്രയാണ്, ഫ്രണ്ട് അസ്ത്രയാണ്. ഇതെവിടെ കെട്ടിയ ബസ്സാണെന്ന് അറിയില്ല. ഞാൻ താളിരിക്കുന്നു, നമുക്ക് അടുത്ത് പോയി നോക്കാം. അപ്പം ആദ്യം നമ്മളെ ഈ പരിപാടിയൊക്കെ ഒന്ന് തീർക്കട്ടെ. ശ്രീതേ ഞാൻ ഇതൊന്ന് തൂക്കട്ടെ. പെട്ടെന്ന് തൂത്തിറക്കണം. അതിനിടെ ഇതെല്ലാം നമ്മൾ ഇവിടെ ആദ്യം കൂട്ടിയിടണം. കൂട്ടിയിട്ടതിന് ശേഷം കൊണ്ട് കളയണം. അല്ലാതെ ഇവിടെ വലിച്ചു വാരിയിട്ടിട്ട് അതായത് ഒന്നാമത് ഇവിടെ എല്ലാം ചവറാണ്. അപ്പം നമ്മളും കൂടെ വലിച്ചു വാരി ഇടാൻ പാടില്ല. എവിടെയെങ്കിലും കൊണ്ട് ഒരു ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിന് വൃത്തിയാക്കുന്ന നേരത്തെ ഇവർക്ക് എടുത്തിട്ട് പോകാനേ എളുപ്പം. അല്ലാതെ അങ്ങും വാരി ഇട്ടാൽ ഇവർക്ക് പണി കൂടുതലാണ്. പാർട്ടി പിന്നെ ഓട്ടത്തിന് പിന്നെ ഇതൊക്കെ സ്വാഭാവികമാണ്. മിഠായിയൊക്കെ തിന്നിട്ട് പിള്ളേട്ട് കഴിച്ച് തീർക്കാത്ത പിള്ളേരൊക്കെ ഇട്ടാക്കി. പിള്ളേർ കൂടുതലുള്ള ട്രിപ്പാണ്. ചിത്തു ഇല്ലാത്തത് കൊണ്ട് തന്നെ ക്യാമറമാനായിട്ട് ഞാൻ ശ്രീത്തിനെ വെച്ചു. ശ്രീത്തിനെ ഇനി ക്യാമറയൊക്കെ പഠിപ്പിച്ചെടുക്കണം ഗൈസ്. പിന്നെ നമ്മളാ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവർ മറ്റേ ഇതൊക്കെ ചെയ്യണം കേട്ടോ, ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. പക്ഷേ എൻ്റെ വീഡിയോയിൽ 500 പേര് കണ്ടാൽ 100 പേരെങ്കിലും ലൈക്ക് ചെയ്യും. അതുകൊണ്ട് എനിക്ക് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരെന്നെ സപ്പോർട്ട് ചെയ്യും. ഇനി ഇതൊക്കെ നല്ല വൃത്തിക്ക് തൂത്തിറക്കിയതിന് ശേഷമാണ് നമുക്ക് ആ മാറ്റൊക്കെ എടുത്ത് വണ്ടിക്കകത്ത് ഇടാനുള്ള. മാറ്റെല്ലാം എടുത്തിട്ട് വണ്ടി ഫുള്ള് ഒതുക്കിയതിന് ശേഷം പോകണം. 5 മണി വരെ റൂമുള്ളൂ. അപ്പം അതിൻ്റെ ഇടയിൽ കുളിച്ച് റെഡിയായി തിരിച്ച് വണ്ടിയിലെടുത്ത് വരണം. പിന്നെ വേണം തിരിയൊക്കെ കത്തിച്ച് ഇന്നത്തെ ദിവസം നൈറ്റ് എടുത്ത് ഓടിപ്പോവാണ്. എത്ര തൂത്തിറങ്ങി ഇവിടെ എല്ലാം ഫുള്ള് നമ്മൾ നീറ്റാക്കിയിട്ടുണ്ട്. ഇതാണ്ട ചവറെല്ലാം തൂത്തിറക്കിയിട്ടൊക്കെയാണ്. ഇനി നമുക്ക് വണ്ടിക്കകത്തുള്ള ഈ നെറ്റ് നമുക്ക് ഇളക്കിയെടുക്കാം. നെറ്റ് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലുള്ള പൊടിയെല്ലാം നമുക്ക് തട്ടിക്കളയാം. ഉണ്ടോ ഇത് വല്ലപ്പോഴും ഒക്കെ AC വണ്ടിയിൽ വല്ലപ്പോഴും ഒക്കെ ചെയ്യാനുള്ള കാര്യമാണ്. ഇതിനകത്ത് പൊടി ഏറിയിരിക്കും ഒരുപാട്. കണ്ടോ, നമ്മളിങ്ങനെ കളഞ്ഞു വയ്ക്കുമ്പോൾ AC പെട്ടെന്ന് കൂളാവും. ആ പരിപാടികളൊക്കെ നന്നായിട്ട് നടക്കും. ഇനി ഒന്നും കൂടെ ഉണ്ട്, അതും കൂടെ ഞാൻ നീറ്റായിട്ട് ക്ലീൻ ചെയ്തിട്ട്. ഇത് നീറ്റായില്ല. ഇതിന് നമ്മൾ നല്ല രീതിയിൽ പണിയെടുത്താലേ ഇത് നീറ്റാവുള്ളൂ. നല്ല നീറ്റാക്കി വേണം വയ്ക്കുക. ഇത് വല്ലപ്പോഴും എടുത്ത് ചെയ്യണം. അപ്പം ചെയ്യണ സമയത്ത് വൃത്തിക്ക് ചെയ്യണം, എന്നാലേ കറക്റ്റ് പക്കയായിട്ട് നീറ്റാവുള്ളൂ. നമ്മളിതാ ഇത് നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. മാക്സിമം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നല്ല നീറ്റായിട്ടുണ്ട്. ഇതിനെയൊക്കെ നമ്മളിനി തിരിച്ച് എടുത്ത സ്ഥലത്ത് തന്നെ എടുത്ത് ഫിറ്റ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ അത് ശ്രീത്തിൻ്റെ കയ്യിൽ കൊടുക്കാം. ശ്രീത്ത് ഫിറ്റ് ചെയ്യും. ഞാൻ അകത്താണെങ്കിൽ ഞാൻ ഇത് ഇത്രയും ചെയ്തുകൊണ്ടിരുന്ന നേരത്ത് ശ്രീത്ത് വണ്ടിക്കകത്തുള്ള കട്ടൻ ഞാൻ കിട്ടിയിട്ടല്ലേ. അധ്വാനിക്കുക തന്നെ ശമ്പളത്തിനുള്ള പ്രയോജനങ്ങളെ.
ചുമ്മാ ഗൈസ്. അവൻ അകത്തുള്ള കർട്ടനെല്ലാം ഓരോന്നായിട്ട് കെട്ടി അതിൻ്റെ ലെവലിലിട്ട് നമ്മളെപ്പോഴും വണ്ടിക്കകത്ത് വെളിയിൽ നിന്ന് വണ്ടി ഒരിടത്ത് ഒതുക്കിയിട്ടങ്ങനെ സമയത്ത് നോക്കുമ്പോൾ ഒരു മിനിറ്റ് ഇവിടെയാണ് ഇത് വയ്ക്കണം AC-യുടെ. ഇനി ഇവിടെ ഇത് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യും. അതിൻ്റെ സ്ക്രൂ ഒക്കെ ഇതായിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു സ്ക്രൂ ആണ് ഇവിടെ, ഇങ്ങനത്തെ ഒരു സ്ക്രൂ ആണ്. ഇതിന് ഓരോന്നായിട്ട് കറക്കി കറക്റ്റ് ഇടയിൽ കയറ്റണം. അപ്പോൾ കാശ് ഞാൻ പറയുന്നത് കർട്ടനൊക്കെ ഇതേപോലെ നമ്മൾ കറക്റ്റ് ഓരോ ഗ്ലാസിൻ്റെ സെൻറ്റർ കണക്കാക്കി കർട്ടനൊക്കെ കറക്റ്റ് ലെവൽ ചെയ്ത് കെട്ടിയിടുമ്പോൾ വണ്ടി ഒരിടത്ത് ഒതുക്കി ഇട്ടയ്ക്കുമ്പോൾ കാണാൻ നല്ല ചന്തമാണ്, നല്ല നീറ്റായിട്ടിരിക്കും. പിന്നെ ഈ ഹാൻഡ് റെസ്റ്റൊക്കെ കറക്റ്റ് എല്ലാം പൊക്കി തന്നെ വച്ചേക്കണം. അപ്പോൾ അതെല്ലാം നല്ല പക്കയായിട്ടിരിക്കും. വെളിയിൽ നിന്ന് വണ്ടി ഒതുക്കിയിട്ടങ്ങനെ സമയത്ത് വേറൊരു വണ്ടിക്കാരൊക്കെ വന്ന് നോക്കുമ്പോൾ നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് കിടക്കും. അതൊരു കിളിയുടെ കഴിവാണ്, വണ്ടിയുടെ ഒരു ക്ലീനറിൻ്റെ കഴിവാണ്. അവനാണ് ആ ഒരു നീറ്റ്നെസ് വണ്ടിക്ക് ഇതേപോലെയൊക്കെ ചെയ്ത് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത്. അച്ചടക്കം, അതാണ് സംഭവം ഞാൻ ഉദ്ദേശിച്ചത്, അച്ചടക്കം. അപ്പോൾ ശ്രീജിത്തിൻ്റെ ഒരു അനിയൻ ചെറുക്കനാണ് നമ്മളെ ജിത്തു. ശ്രീജിത്താണ് അവനെ കുറച്ചൊക്കെ ഇല്ലാതാക്കിയതും, ഞാനാണ് കുറച്ചൊക്കെ കൊണ്ടു നടന്ന് അവനെ നന്നാക്കിയത്. പിന്നെ അപ്പോൾ പിന്നെ കൂടെ വന്നതാണ് ഇല്ലാതായെന്ന് അവൻ്റെ അമ്മ പറയണം. എൻ്റെ കൂടെ വന്നിട്ടാണ് അവര് നാട്ടിലെങ്കിലും ഒരു വിലയുള്ളത്. വി സോഫ്റ്റിൻ്റെ കൂടെ നടക്കുന്ന പയ്യൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കാശ് ഒന്ന് ശ്രീജിത്ത് ഏകദേശം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കണ്ടാൽ അത് കറക്കിക്കൊണ്ടിരിക്കുകയാണ്. കറക്കി വേണം അത് സെറ്റ് ചെയ്ത് വയ്ക്കാനായിട്ട്. അപ്പോൾ പിന്നെ അടുത്തിന് ഞാൻ ഇത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് കൊടുക്കാനായിട്ട്. സ്പീഡില്ല എവിടെ ഇരിക്കും? വണ്ടിക്കകത്ത് ചൂട്, അതുകൊണ്ടാണ് ഈ കേക്കട പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ചാടാൻ വേണ്ടി. ഇനി മാറ്റിടണം, ഒരുപാട് പണിയുണ്ട്. മാറ്റൊന്നും ഇട്ടില്ല, മാറ്റൊക്കെ ഇടണം, പണികൾ ഒരുപാടുണ്ട്. അപ്പോൾ ഞാനും കൂടെ സഹായിക്കട്ടെ ഗൈസ്. അതെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് സെറ്റാക്കി അടുത്ത് പിന്നെ നമുക്ക് മാറ്റെടുത്തിടാം. ഇനി അടുത്ത് മാറ്റെടുത്തിട്ടാം. അതാണ് സംഭവം. എന്തോ കണ്ട ട്രാക്ടർ സംഭവം സെറ്റപ്പാണ്. ഇവിടെ ഇതുപോലത്തെ കുറേ വണ്ടിയുണ്ട്. ഇവർക്ക് ഇവിടുത്തെ കോപ്പറേഷൻ കുറച്ചും കൂടെ സെറ്റാവണം കേട്ടോ. ഇവിടെ ഫുള്ള് ചവർ. അപ്പോൾ ഇനി നമുക്ക് മാറ്റെടുത്തിടാം. മാറ്റ് കുടയാവുണ്ട്, മാറ്റ് കുടങ്ങി ക്ലിയർ ചെയ്ത് വേണം ഇവിടെ ഇടണം. മാറ്റ് കറക്റ്റ് ഇട്ട് സെൻറ്റർ കണക്കാക്കി തന്നെ കറക്റ്റ് സെറ്റ് ചെയ്യണം. മാറ്റ് ഒരു മാറ്റ് നമ്മൾ കറക്റ്റ് സെറ്റ് ചെയ്തിട്ട് ഇനി അടുത്ത മാറ്റ് ഇടണം. നമ്മൾ മാറ്റുകളെല്ലാം ഇട്ട് കഴിഞ്ഞ് അപ്പോൾ ശ്രീജിത്ത് ഓരോ കുപ്പികളായിട്ട് പറക്കിക്കൊണ്ടിരിക്കുകയാണ്. പറക്കി നമ്മൾ എവിടെയെങ്കിലും ഒതുക്കി വയ്ക്കാമെന്നുള്ള തീരുമാനമല്ലേ എടുത്തത്. അതേപോലെ അപ്പോൾ ഒതുക്കി വയ്ക്കാൻ വേണ്ടിയിട്ടവൻ കുപ്പികളെല്ലാം ഈ കവറിൽ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാറ്റൊക്കെ നല്ല ക്ലീനായിട്ടിട്ട് വണ്ടിക്കൊക്കെ എല്ലാം ഇപ്പം ഫുള്ള് നീറ്റായിട്ടുണ്ട്. ഇനി അടുത്ത ദിവസം പാർട്ടി വന്ന് കയറി അലമ്പാക്കിയതിന് ശേഷം അടുത്ത ദിവസം നമുക്ക് ക്ലീൻ ആക്കാൻ വീണ്ടും. ഇനിയുണ്ടോ ഇവിടെ ഉണ്ടോ? അവിടെ ഇല്ലല്ലോ. ശരി, അപ്പം എടുത്തോണ്ട് വെളിയിൽ ഇനി ഒരുപാട് കിടപ്പുണ്ട്. നേരെ ഇനി വെളിയിലോട്ട് പോട്ടെ. അപ്പോൾ ഗായ്സ് ഇനി ഇതാ ഇവിടെ കിടക്കണ ഇതെല്ലാം കവറിലോട്ട് വാരി ഇടണം. ഇതൊക്കെ വാരി ഇട്ട് കഴിഞ്ഞ് നമ്മൾ എടുത്തുകൊണ്ട് സൂക്ഷിച്ച് വയ്ക്കണം. അപ്പോൾ ഈ ഗ്യാസ് ഉറക്കാൻ പറഞ്ഞവർക്ക് സുഖമായിട്ട് എടുത്തോണ്ട് പോകാമല്ലോ. വാരി വലിച്ച് അങ്ങ് ഇനി ഇടുന്നത് ശരിയല്ല. എന്താ ഈ വെബ്സീര് ഈ കൊക്കക്കോളയുടെ കുപ്പി ശ്രീജിത്ത് പിടിച്ചതാണ് കേട്ടല്ലോ. അത് വലിച്ചു വാരി എറിയാണ് ഇവൻ. ഇതെല്ലാം നമ്മൾ സൂക്ഷിച്ച് അവിടെ കൊണ്ട് വയ്ക്കാം. ഇളങ്ങണ്ണി ഗ്രൗണ്ടിൽ ഒറ്റ വണ്ടിയില്ല. കണ്ട ഇതാ നമ്മളെ തമിഴന്മാർ ചേട്ടന്മാരെ വണ്ടിയാണ്. ടാറ്റേര സൈസാണ്, ചെറിയ 407 സൈസിൽ അവർ കെട്ടി വിട്ടങ്ങനെ. കണ്ട നല്ല ഭീമാകാരന്മാരായ ബോഡി കണ്ട. ഇതൊക്കെ കണ്ട എന്തെല്ലാം ഡിസൈനുകളെന്ന് കണ്ട. ഇനി നമ്മളെ കേരളം ഇതേപോലെയൊക്കെ ഡിസൈനൊക്കെ അടിക്കാൻ പറ്റുന്ന ഒരു ഗതിയിലോട്ട് മാറുമെന്നാണ് വിശ്വാസം. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു കാലം ഉണ്ടാവട്ടെ. അപ്പോൾ ഗൈസ് ഞാൻ ഇന്നലെ പൂട്ടിയതുപോലെ ആ ഡോറ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഡോറ് കറക്റ്റായിട്ട് അകത്തുനിന്ന് ലോക്ക് ചെയ്തതിന് ശേഷം ശ്രീജിത്ത് ഇതുവഴി തിരിച്ചിറങ്ങി വരും. അങ്ങനെയാണ് പ്ലാന്. അതേപോലെ തന്നെ ചെയ്യുന്നത്. അപ്പം ലോക്കൊക്കെ ചെയ്തിട്ട് ചെറുക്ക ഇറങ്ങിയാണ് വെളിയിലോട്ട്. നമ്മൾ നേരെ റൂമിലോട്ട് പോകണം. ദാഹം റൂമിൽ പോയിട്ട് കുടിക്കാം. നല്ല തണുത്ത വെള്ളം മാച്ചോണ്ട് പോകണ വഴിക്ക്. കണ്ട ഗൈസ് എന്താ കഥകളിയാണ് കേട്ടോ. ബാക്കിലുള്ള ഡിസൈൻ കേട്ടോ കഥകളിയാണ്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഫുള്ളുള്ള ഗ്രാഫിക്സൊക്കെ നല്ല സൂപ്പർ. ഇത് ഫുള്ള് പെയിൻ്റാണെന്ന് തോന്നുന്നു കേട്ടോ. ഫുള്ള് പെയിൻ്റാണ്, കൈക്ക് വരച്ചതാണ്. നല്ല കലാകാരന്മാരാണ്, കലാകാരന്മാർ നല്ല അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട്. എല്ലാം കൈക്ക് വരച്ചതാണ്, അല്ലാതെ നമ്മളെ സ്റ്റിക്കർ ഒട്ടിച്ചാൽ ക്ലിയർ അടിച്ച് വിട്ടങ്ങനെയൊന്നുമില്ല. കൈക്ക് വരച്ച പെയിൻറ്റുകളാണ്. ഉണ്ട് ഇത് ഏത് കമ്പനി? പ്രകാശല്ല, എന്തായാലും വേറെ ഏതോ കമ്പനി കെട്ടിവിട്ട അസ്ത്ര ബസ്സാണ്. 49 സീറ്റ്
അപ്പോൾ നമ്മളിനി നേരെ റൂമിലോട്ട് പോകണം. നമ്മളെ വണ്ടിയൊക്കെ വൃത്തിയാക്കി ക്ലീനാക്കി ഇനി വൈകുന്നേരം 5 മണിയാകുമ്പോൾ വണ്ടി എടുക്കാനായിട്ട് വന്നാൽ മതി. ഇനി നേരെ നമ്മൾ വീണ്ടും തിരിച്ച് റൂമിലോട്ട് പോകും. നമ്മളാ മാർക്കോ പോളോയുടെ ചെറുത് ഒരു വണ്ടി കേട്ടോ. തമിഴ്നാട് നമ്മളാ നാഗർകോവിൽ ഏരിയയിലുള്ള വണ്ടിയാണ്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കളറും വണ്ടി ചെയ്തേക്കുന്ന രീതിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളിയല്ലേ, നല്ല ക്യൂട്ട് വണ്ടി, നല്ല ചെറിയ വണ്ടി, അടിപൊളിയായിട്ട് പൊക്കിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് എവിടെ കൊണ്ട് ഇറക്കിയാലും ഇതിൻ്റെ അടിയൊന്നും തട്ടൂല. നമ്മളൊക്കെ ലിപ്പ് വെച്ച് അതിൻ്റെ വീട്ടിൽ റബ്ബർ ബീഡിങ് ഇറക്കി എന്തെല്ലാം കോപ്രായങ്ങൾ നമ്മളൊക്കെ കാണിച്ച് വെച്ചേക്കുന്നത് കണ്ടാ. താന്നിരിക്കുന്നതാണ് നമ്മളെ വണ്ടി, എന്ത് പൊങ്ങിയിരിക്കുന്നു നോക്കി വണ്ടി. അടിപൊളി, എവിടെ വേണോ വിശ്വസിച്ച് കൊണ്ട് ഇറക്കാം ഈ വണ്ടി. ഓഫ് റോഡൊക്കെ വേണമെങ്കിൽ ഓട്ടിക്കാം, അടിപൊളി. പിന്നെ ലുക്ക് ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ക്യൂട്ട് വണ്ടി, ചെറിയ വണ്ടി, നല്ല ക്യൂട്ട് വണ്ടി കണ്ടില്ലേ, അടിപൊളി. വെള്ളം വാങ്ങി കുടിക്കുകയാണ്, നല്ല തണുത്ത വെള്ളം. അമ്മച്ചേരി നമുക്ക് നമുക്ക് മിക്സ് ചെയ്തടിക്കാം. ഇല്ല 2 എണ്ണം വേണം, അതും കൂടെ വേണം. ഗായ്സ് ഇതാണ് ആ ബസ്. കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് വണ്ടിയാണെന്ന് തോന്നണമെന്ന് പറയാം, ഏത് കമ്പനി ഇത് ചെയ്സാണെന്ന്. അശോക് ലൈലാൻഡ് തന്നെ. ആരാണ് ബോഡി കിട്ടിയെന്ന് അറിയാമെങ്കിൽ ഒന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മളിപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ വണ്ടിയുടെ അടുത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ പാർട്ടി വിളിച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വിളിക്കും, അപ്പോൾ തന്നെ നിങ്ങൾ അങ്ങോട്ട് വരണം. വണ്ടി കയറിയിട്ട് വേണം തലയൊക്കെ പോകാൻ, കുളിച്ചിട്ട് തലയിൽ നിൽക്കുന്നില്ല. കുളിച്ച് വൈറ്റൊക്കെ ഇട്ട് വന്ന് വണ്ടി എടുക്കാൻ പോകണം. ഇവിടെ വൈറ്റ് ഇട്ടില്ലെങ്കിൽ കലിപ്പാണ്, പൈസ വാങ്ങും അവന്മാർ 100 വെച്ച് വാങ്ങും. അപ്പോൾ അതുകൊണ്ട് ശ്രീത്താണ് വണ്ടി എടുക്കുന്നത്. എൻ്റെ വൈറ്റ് എൻ്റെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട്. ഞാൻ ഇനി രാത്രി വണ്ടി എടുക്കുമ്പോൾ ഇതെടുത്തിട്ട് നമ്മളിനി വണ്ടി എടുക്കാനായിട്ട് പോകണം, തിരിയൊക്കെ കത്തിച്ച്. അപ്പോൾ ഗായ്സ് ശ്രീത്ത് ഐശ്വര്യമായിട്ട് തിരി എത്തിക്കുകയാണ്. നമ്മൾ ഇന്ന് വേളാങ്കണ്ണിയിൽ നിന്ന് നേരെ എടുത്ത് നമ്മൾ വാഗമണ്ണാണ്, നേരത്തെ പറഞ്ഞല്ല. അപ്പോൾ നമ്മൾ വാഗമണ്ണാണ് നേരെ ഓടിപ്പോണത്. ഇന്നത്തെ ദിവസം നമ്മൾ ഐശ്വര്യമായിട്ട് നമ്മൾ തുടങ്ങുകയാണ്. എന്താടാ അടയണില്ലേ അത്? ഐശ്വര്യമായിട്ട് ശ്രീത്ത് തിരിയൊക്കെ കത്തിച്ച് നമ്മൾ മാതാവിൻ്റെ അടുത്ത് യാത്രയൊക്കെ തുടങ്ങി വണ്ടി എടുക്കാനായിട്ട് പോണ്. അടുത്ത് പെട്ടെന്ന് തന്നെ വേളാങ്കണ്ണി ഓട്ടം കിട്ടിയിട്ട് വീണ്ടും പെട്ടെന്ന് തന്നെ മാതാവിൻ്റെ അടുത്ത് വരാൻ പറ്റട്ടെ. നമ്മളെ തിരി വയ്ക്കുന്ന സ്റ്റാൻഡ് ഇതായിരിക്കണം. അപ്പോൾ അതിൻ്റെ അടുത്ത് ആവശ്യമില്ലാത്ത പ്ലാസ്റ്റിക് സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റണം. ഇതൊക്കെ ഇനി തുടയ്ക്കണം. ഇത് ഇവിടെ എനിക്ക് തുടയ്ക്കാൻ പറ്റാത്തതെന്നറിയാമോ, ഇവൻ്റെ മോ ഉണ്ടല്ലോ, ഇവൻ്റെ മോൻ, അവൻ തുണി എടുത്ത് ഏതോ പക്കത്തിനകത്ത് എടുത്തിട്ടേക്കുന്നു. അവൻ്റെ അടുത്ത് അകത്ത് വണ്ടി തുടയ്ക്കാൻ തുണി ഇട്ടയ്ക്കാൻ പറഞ്ഞ് കഴിഞ്ഞാൽ അവൻ കേൾക്കൂല. പോയിട്ട് വേണം ഇതിനുള്ള 2 കൊടുക്കാൻ. ഇല്ല നമുക്ക് വിളിക്കുമ്പോൾ പോവാം, അതായിരിക്കും നല്ലത്. അതാ നമുക്ക് കാറ്റായിക്കൊണ്ടിരിക്കാം. കണ്ടാ തിരക്കില്ല ഇപ്പോഴും, ആൾക്കാരൊന്നും വണ്ടികളൊന്നും വന്ന് തുടങ്ങിയില്ല. ആ ഒരു ബസ് ഇപ്പോഴാറ്റ വന്നേന്ന് തോന്നുന്നു കേട്ടോ. അത് ഉച്ചയ്ക്ക് അതിനെ കണ്ടില്ല. അത് കർണാടക എന്തോ വണ്ടിയാണ്, അതെന്താ അറിയാം. പിന്നെ നമുക്ക് വിളിക്കുമ്പോൾ പോവാം. നമ്മളെ പാർട്ടീനെ എടുക്കാനായിട്ട് ആ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുകയാണ്. അവരിവിടെയാണ്, ആ റൂട്ടിനകത്തോട്ടാണ്, ഇതിനകത്തോട്ടാണ് അവർ റൂം എടുത്തത്. അപ്പം അവരെല്ലാവരും കയറിയിട്ട് നമ്മളിനി നേരെ ഇവിടെ നിർത്ത് വാഗമൺ അല്ലേ. ഇവിടെ വാഗമൺ എത്ര മണിക്ക് എത്തുമെന്നാണ് കാണിക്കുന്നത്. വാഗമൺ വന്നിട്ട് ഒരു 3 മണിക്ക് എത്തുമെന്ന് കാണിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമുക്ക് രാത്രിയുള്ള ഡിന്നർ കൊടുക്കാനുള്ളതുകൊണ്ട് 1 മണിക്കൂർ അതിൽ പോകും. 3 മണിക്ക് എത്തുമെന്ന് കാണിക്കുന്നു. രാത്രിയുള്ള ഡിന്നർ കൊടുക്കാനുള്ളതുകൊണ്ട് 4, 4:30, 5 മണിയാകുമ്പോൾ. അപ്പോൾ ഗായ്സ് അങ്ങനെ നമ്മൾ നേരെ വാഗമണിലോട്ടുള്ള യാത്ര തിരിച്ച് നമ്മളെ വേളാങ്കണ്ണിയിൽ നിന്ന് ഇനി നമ്മളെ പാർട്ടിക്ക് ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തി കൊടുത്താൽ മതി. അപ്പം ശ്രീത്തിനി ഇതിനും കൊണ്ട് ഇറങ്ങി ചവിട്ട് ഇവിടെയാണ്. ഞാൻ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ വാങ്ങും. അല്ലേ? 12 മണി വരെയാണ്. ഓ 12 മണി കഴിഞ്ഞിട്ട് കറക്റ്റായിട്ടൊരു 4 മണി വരെ ഉറങ്ങാനുള്ള പ്ലാനാണ് കേട്ടോ. ഉറക്കാം. അപ്പോൾ കാശ് അങ്ങനെ നമ്മളിപ്പോൾ എടുത്ത് വെക്കൊണ്ടിരിക്കുകയാണ്. ഇത് തഞ്ചാവൂർ അല്ലടാ, തഞ്ചാവൂർ തഞ്ചാവൂർ വഴിക്കാണ് നമ്മൾ നേരെ നമ്മൾ വാഗമൺ കയറണം. തഞ്ചാവൂർ, ദണ്ഡിക്കൽ, നമ്മളാ കൊടൈക്കനാൽ അവിടെ നിന്ന് പോണ റൂട്ട്, അവിടെ നിന്ന് തേനി, കുമ്മിളിയിൽ നിന്ന് ഷോർട്ട് കട്ട് വഴിയുണ്ട് വാഗമൺ പോകാൻ. പക്ഷേ എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. ചിലപ്പോൾ നല്ല കുത്ത് കയറ്റവും വളവും തിരിവും ഉള്ള വഴിക്കകത്ത് നിന്ന് പെടും. അപ്പോൾ അതുകൊണ്ട് ഇനി ഞാൻ കുമ്മിളിയിലൊന്ന് നേരെ കുട്ടിക്കാനം പോയിട്ട് അവിടെ നിന്ന് ഏലപ്പാറ വഴിക്ക് വാഗമൺ കയറണം. 15 കിലോമീറ്ററേ കൂടുതലുള്ളൂ. പക്ഷെ ആ ടെൻഷൻ ഇല്ലാതെ പോവാം. കുമ്മിളി എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുട്ടിക്കാനം പോകാൻ നമുക്കറിയാം.
വേറെ പ്രശ്നമില്ലാത്ത റോഡുമാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുട്ടിക്കാനം എത്തിക്കാൻ നമുക്ക് വാഗമൺ നമുക്ക് നിസ്സാരമായിട്ട് ഓടി കയറാനേ ഉള്ളൂ. നമ്മൾ ഒരു ഈ വേളാങ്കണ്ണി ട്രിപ്പിന് മുന്നേ ഞാൻ വാഗമണാണ് പോയത്. അപ്പോൾ പിന്നെ അത് ടെൻഷൻ ഇല്ലാത്ത വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ടെൻഷൻ അടിക്കാൻ വയ്യ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുമ്പളിയിൽ നിന്ന് നേരെ കുട്ടിക്കാനം പോയി അവിടെ നിന്ന് വാഗമൺ കയറാൻ നിൽക്കും. ചിലവർക്ക് കേൾക്കുമ്പോൾ മണ്ടത്തരായി പോകും, എന്ത് കുറച്ച് കിലോമീറ്റർ കൂടുതൽ ഓടയല്ലേ എന്ന് പറയും. എന്നാലും കുഴപ്പമില്ല, ആ റൂട്ടിൽ നിന്ന് അറിഞ്ഞൂടാത്ത വഴി കൂടെ നമ്മൾ ചെന്ന് കയറി നമുക്ക് പെടാൻ വയ്യ അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ അറിയാനുള്ള വഴി കൂടെ ഇതുപോലെ കൂടുതൽ ഓടിയാലും അങ്ങ് പോകണതാണ് നല്ലത്. കണ്ട പശുക്കൾ കണ്ട ഓടണം. ഇതിനൊക്കെ വീട്ടിൽ പോകാൻ നേരമായി. ഇതോ ഇനി പറഞ്ഞു വിഷയമാണല്ലോ ഇതൊക്കെ റോഡിൽ, അതും ഈ മെയിൻ റോഡിൽ. ഗായ്സ് നമ്മൾ നേരെ ഓടിപ്പോട്ടെ. അപ്പോൾ ഗായ്സ് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഫുഡെല്ലാം കഴിച്ചു കേട്ടോ. നല്ല ദോശയും ചമ്മന്തിക്കറിയും, എന്തോ മുളക് ചമ്മന്തിക്കറി, അതിൻ്റെ കൂടെ സാമ്പാറൊക്കെ വെച്ച് നല്ല ഫുഡായിരുന്നല്ലോ. നീ എന്തോ വാങ്ങി കഴിച്ചത്? ദോശയാണ്. ഇത് വായിക്കാത്ത ദോശ ഇപ്പോഴും ഇരിക്കില്ല. തുറന്ന് പറയടേ. ദോശയാണോ? ആ ദോശ. പിന്നെ ഭയങ്കര ഷൈമ്, ഭയങ്കര നാണം. നിനക്ക് നാണോ ഇവിടെ? നാണമൊന്നുമില്ലല്ലോ. നാണവും മാനമൊന്നും അങ്ങനെ അവന് പണ്ടേ ഇല്ല. നമ്മൾ ഇവനെ ചെറുതിലോട്ടെ കാണണമെന്ന് നമുക്കറിയാം. അത് തുടക്കുവാത്ത കേസാണ്. പക്ഷെ എന്തുകൊണ്ടോ ഇപ്പം കുറച്ച് സംസാരിക്കാൻ വയ്യ. അപ്പം ആ തുറന്ന് നമുക്ക് വെളിയിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അവരുടെ വായിൽ വന്നത്. എന്തോ ക്യാമറ ഓണാകുമ്പോൾ അവനൊരു വിളി വന്നു. ഇനി നമ്മൾ അങ്ങോട്ട് ശല്യം ചെയ്യാൻ പോകല്ലേ. ഞാൻ പിന്നെ സിംഗിൾ ആയതുകൊണ്ട് എന്നെ ആരും വിളിക്കാനും അങ്ങനെയൊന്നുമില്ല. നമ്മൾ രാത്രി ആയിക്കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ കയറുന്നു, റീല് കാണുന്നു, ഇങ്ങനെ റീൽ ഇങ്ങനെ കിണ്ടി ഇങ്ങനെ ഇരിക്കുന്നു. ഉറക്കം വരുമ്പോൾ കിടന്ന് ഉറങ്ങുന്നു, രാവിലെ അമ്മ എണീക്കുന്നു. നമ്മൾ അങ്ങനെയൊക്കെയാണ്. ഞാൻ വണ്ടി ഓടിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ഊർജം നമ്മൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ നമ്മൾ കുട്ടിക്കാനം എത്തുമ്പോൾ തന്നെ നമ്മളെ JS ആർമിയുടെ ട്രിപ്പ് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് എടുത്ത് വരുന്നുണ്ട്. അവരെയും കൂടെ നമുക്ക് തമ്മിൽ കാണാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. കുട്ടിക്കാനം എത്തുമ്പോൾ അവരും കുട്ടിക്കാനം എത്തുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് പിന്നെ ഡ്രൈവർമാരായതുകൊണ്ടും അവർ ടൂർ ആയതുകൊണ്ട് പയ്യെ വരുള്ളൂ തോന്നുന്നത്. അല്ലാതെ ആണെങ്കിൽ ചവിട്ടിപ്പൊളന്നെങ്കിൽ വരും. സമയം അവർ 5:30 ആകുമ്പോൾ അവർ ഓടിക്കുക, വാഗമണിൽ ഓടിക്കുക. പിന്നെ ഞാൻ ഇവർ ടൂറായിട്ട് വന്നതുകൊണ്ട് പയ്യെ ഓടി വരാൻ വേണ്ടി പ്രത്യേകം ഗ്രൂപ്പിൽ മെസ്സേജ് കേട്ടിട്ടുണ്ട്. അവർ അത് പരിഗണിക്കുമെന്ന് അറിഞ്ഞൂടാ. ചിലപ്പോൾ നമുക്ക് തമ്മിൽ കാണാം, എന്തായാലും കാണാൻ പറ്റും. അവർ സൈഡ് സീലിന് പോകുമ്പോഴായാലും നമ്മളെ കാണാൻ പറ്റും. നോക്കാം. ഇപ്പോൾ നമ്മൾ ഓടി നമ്മൾ നേരെ കുമ്പളി ഹൈറേഞ്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. കുമ്പളി ഹൈറേഞ്ചാണ്. മ്ലാവുണ്ടല്ലോ, നമ്മളെ മാനിൻ്റെ വലുത്, അതിന് 1-2 ഞാൻ കണ്ടില്ല. അത് നമ്മൾ കണ്ട സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ വല്ലതൊക്കെ കണ്ടാൽ ഭാഗ്യം. ഹൈറേഞ്ചിൽ റോഡിൻ്റെ സൈഡിൽ മ്ലാവ് നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. ഇപ്പോൾ വേസ്റ്റോ കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 കണ്ട നല്ല വലുത്. നമ്മൾ വാഗമൺ എത്തി. രാവിലെ നമ്മൾ ചേട്ടനെയൊക്കെ കണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പം ഇനി അവരെ സൈഡ് സൈഡിൽ നമ്മൾ കാണാതിരിക്കില്ലല്ലോ, കാണുമ്പോൾ നമുക്ക് അവരെ വീഡിയോ ഒക്കെ എടുക്കണം. അപ്പം നമ്മൾ മുട്ടക്കുന്നിൽ നമ്മളെ പാർട്ടീനെ കൊണ്ടുപോയിട്ട് എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവരുടെ സ്ഥലങ്ങൾ കാണാനായിട്ട് പോയിരിക്കുകയാണ്. നമ്മൾ ഇനി വണ്ടി വളച്ചിട്ട് ഇവിടെ ഒരു ഒതുക്കി ഒരു ബാഗിയൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതാണ് ആഗ്രഹം. നോക്കട്ടെ. മുട്ടക്കുന്നാണിത്. ആൾക്കാരൊക്കെ നിൽക്കാനുണ്ട്. മുട്ടക്കുന്നിലാണ് നമ്മൾ ഫസ്റ്റ് വന്നത്. അപ്പോൾ നമ്മളെ JS ആർമി ടീം അവർ തങ്ങൾപ്പാറയിലോട്ടാണ് പോയത്. നമ്മളിന്ന് പരസ്പരം കാണൂല്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു പേടി. അങ്ങനെ നമ്മളിപ്പോൾ JS ആർമി ടീമിനെ കണ്ട് അവർ ഷെഫ്രോൺ വണ്ടിയിലാണ് വന്നത്. നമുക്ക് ആദ്യം വണ്ടി ഒന്ന് നമുക്ക് കാണാം. അവിടുത്തെ പുതിയ BS6 വണ്ടിയാണ് ഷെഫ്രോൺ. അപ്പം ഇവരെല്ലാം കൂടെ എനിക്കൊരു 8ൻ്റെ പണി എന്നൊക്കെയാണ് ഐസ്ക്രീം വാങ്ങിച്ചു കുടിക്കാനായിട്ട്. അപ്പോൾ ലാലിയാണോ കഴിഞ്ഞ വർഷത്തെ പോലെ അടുത്ത രണ്ടാമത്തെയാണല്ലേ ഇത്? ഞാൻ പുറകെ ഉണ്ട് നിങ്ങളെ. നമ്മളപ്പോൾ അഡ്വഞ്ചർ പാർക്കിലാണ്. നല്ല സെറ്റ് ക്ലൈമറ്റ്, തിരക്കും കുറവായതുകൊണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാം. നല്ല ഫോഗ് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെറുപ്പം മങ്ങിൽ കുളിച്ചിടക്കാം. എനിക്ക് ചെറിയ ജലദോഷമൊക്കെ പിടിച്ചു. നല്ല ഹെവി കോടയാണ്. അങ്ങ് നല്ല അടിപൊളിയായിട്ട് കാറ്റ് നല്ല പറന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്.
കാണിച്ചു കൊടുക്കാം